ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മക്കുവള്ളിക്കുള്ള റൂട്ടിലാണ്. മക്കുവള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം 13-12 വയസ്സുള്ളപ്പം കണ്ടാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വരാൻ സാധിച്ചത്. എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് എനിക്ക് വരാൻ സാധിച്ചത്. ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് എങ്ങനെയൊക്കെയാണ് സംഭവം എന്നറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് വെറും 13 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ ഇതുവരെയായിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. കാരണം ഈ റോഡ് തന്നെയാണ്. ഈ റോഡ് ജസ്റ്റ് ഒന്ന് നോക്കുക, ഫുൾ ഓഫ് റോഡാണ്. പിന്നെ ആ താഴെ കാണുന്നതാണ് മക്കുവള്ളി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പാടങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വഴി കിടക്കുന്നത്. ഇവിടെ കുറച്ചിടത്ത് കോൺക്രീറ്റ് ഉണ്ട്, കുറച്ചിടത്ത് എന്ന് പറഞ്ഞാൽ ടെറൈൻ ടഫായിട്ടുള്ളിടത്ത് ഇത് ഹെയർ പിന്ന് പോലെയാണ് ഈ വളവുകളൊക്കെ. അപ്പോൾ ഒരു വാഗണാറും അതുപോലെ തന്നെ ഒരു ടാറ്റ ഇൻഡിക്കയൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്, പിന്നെ ഓട്ടോ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം കാർ ഇറങ്ങിപ്പോകുന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ ആ മല മൊത്തം ഇറങ്ങിയെന്ന് തോന്നുന്നു, കാരണം ഏകദേശം ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഫസ്റ്റ് വ്യൂ തന്നെ ഇതാണ്, ഒരു ചെറിയൊരു കൃഷിയിടം പോലത്തെ ഒരു സെറ്റപ്പ്. റബ്ബറൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. ഞാനൊരു കിടിലം വ്യൂ കാണിച്ചു തരാവേ. നോക്കിക്കേ, ഈ താഴെ കാണുന്നത് നെൽപ്പാടമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് മാസത്തിലാണ്, അപ്പോൾ കൃഷിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ സമയത്ത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഈ ട്രാക്ക് പിടിക്കാമെന്ന് വെച്ചു. ഞാൻ ആ വഴി വന്നത് ഏതായാലും നന്നായി, കാരണം ഈ ഒരു സൂര്യകാന്തി തോട്ടം കാണാൻ പറ്റി. ഇത് ശരിക്കും ആ വഴി വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്കൊരു വഴി കിടപ്പുണ്ട്. അപ്പോൾ ആ വഴി കയറി പോന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി റോഡിൻ്റെ താഴെയാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. എനിക്ക് തോന്നുന്നു മേളിൽ വെച്ച് കണ്ട ആ സ്ഥലത്ത് നമ്മളിപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പാടവും ഈ ഒരു റോഡുമാണ് നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടതെന്ന് തോന്നുന്നു. ഏകദേശം അവിടെ നിന്ന് കണ്ടാണ് നമ്മൾ കണ്ടത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ സ്ഥലം അടിപൊളിയാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിപ്പോൾ സമയം 12:30 12:30ക്കാണ് ഇത്രയും ഓപ്പണായിട്ടുള്ള ഈ ഒരു ഏരിയ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുമാത്രമല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ചുറ്റും മലയാണ്. നോക്കി, എൻ്റെ ഒരു ഏരിയയിൽ വ്യൂ നോക്കുമ്പോൾ മൊത്തം മലയാണ്. ചുറ്റും മലയുടെ നടുക്ക് ഒരു താഴ്വാരം, അതും നല്ല ലെവലായിട്ട്. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിച്ചത് മെയിനായിട്ട് ഇവിടെ റബ്ബറുണ്ട്, അതുപോലെ തന്നെ കുറച്ചിടത്ത് ഏലമൊക്കെ നിൽക്കുന്നത് കണ്ടു, പിന്നെ കാപ്പി കണ്ടു, കൊക്കോ കണ്ടു. ഒട്ടുമിക്ക എല്ലാ വിളകളും ഇവിടെ തന്നെയുണ്ട്. ദാണ്ട് തെങ്ങൊക്കെ നിൽപ്പുണ്ട്, കവുങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും സ്ഥലം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരൊറ്റ വിഷമേ ഉള്ളൂ, ഈ കണ്ടത്തിൽ ഇപ്പോൾ കൃഷിയില്ലെന്ന് വെച്ചാൽ സീസണല്ല, അതുകൊണ്ടാവാം. സീസൺ ആകുമ്പോഴത്തേക്കും കൃഷി ഇറക്കും. അപ്പോൾ ഒന്നുകൂടി അടിപൊളിയായിരിക്കും ഈ സ്ഥലം കാണാൻ. ഇതിലെ നിങ്ങൾ കാറും കൊണ്ട് വരാനാണെങ്കിൽ ഇച്ചിരി റിസ്ക്കാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറങ്ങി വരുന്ന ഭാഗത്തൊക്കെ റോഡിന് വീതി കുറവാണ്. അപ്പോൾ ഇതിലെ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും ഇടയുണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങളാണ്. അപ്പോൾ പുറത്തുനിന്നുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ റോഡ് എന്ന് പറയുന്നത് കുറച്ചിടത്ത് കോൺക്രീറ്റും ബാക്കിയുള്ളിടത്തൊക്കെ ഇതുപോലെ ഓഫ് റോഡുകളാണ്. വണ്ടിയിലൊക്കെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം വണ്ടി ഇറക്കി കൊണ്ടുവരിക. മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മക്കുവള്ളി. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, ഒറ്റ മൈൻഡിന് ഇങ്ങ് ഇറങ്ങി പോകുന്നതാണ്. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ വരുന്ന വഴികളാണേലും അടിപൊളിയാണ്, അതുപോലെ തന്നെ ആ സ്ഥലവും അവിടുത്തെ ആളുകളും അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ 2 വീലറാണ് സജസ്റ്റ് ചെയ്യുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്രാമം ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച സൂര്യകാന്തി തോട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിലും നമ്മളിപ്പോൾ കാർ കൊണ്ടാണ് പോകുന്നതെങ്കിൽ എതിരെ ഒരു വണ്ടി വന്നാൽ നമുക്ക് അവിടെ സൈഡ് കൊടുക്കാൻ ഇടയില്ല. അപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുക 2 വീലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.